പന്തലിടണോടത്തൊന്ന് വൃത്തിയാക്കണ്ടിട്ടാ. ഞാന് ഏതെങ്കിലും ഓർക്കസ്ട്ര ഫ്യൂഷനോ അങ്ങനെ എന്തെങ്കിലും വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഫുഡിന് പുതിയ ഇടത്തിന് തന്നെ വെക്കാന്ന് അച്ഛൻ പറഞ്ഞേ. അത് ഞാൻ ഇപ്പൊ ഏട്ടനോട് പറയാം. ശരി. അച്ഛനെവിടേക്കാ പോയേ? നേരെ എത്രയായി പോയിട്ട്? ഇതപ്പോ പുതിയ ഇടം വരാന്ന് പറഞ്ഞല്ലേ? അതെ ഏട്ടാ, പുതിയ ഇടം വരുമ്പോഴേ അനുവേട്ടൻ പറഞ്ഞേ ബോളിയും കൂടെ വേണമെന്ന്. അനുവേട്ടന് ഭയങ്കര ഇഷ്ടത്ര പറയണോട്ടാ. എടി, നമുക്ക് ഇവിടെ നോൺ വെച്ചാൽ മതിന്നേ. ഈ കല്യാണത്തിന് വരുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പൊ എന്തിലൊക്കെ കടിച്ചു വലിക്കാനൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ ഭയങ്കര ഇതൊക്കെ വീട്ടിലുണ്ടാക്കണ തന്നെയല്ലേ എന്നും, ഈ പുളിശ്ശേരി അച്ചാറും സാമ്പാറും. അതെ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത് സദ്യ ഉണ്ണാൻ വേണ്ടിട്ടാ. അച്ഛാ എവിടെയുള്ളത്? അത് പുതിയടം കിടക്കേ വരൂട്ടാ. ഒരു കാര്യം ചെയ്യും, വരൂ, വെള്ളം കുടിച്ചിട്ട് വരൂ 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 വരൂ. അച്ഛനല്ലേ? ഇതപ്പം ഇങ്ങോട്ട് വരും. ഇത്ര നേരം ഉണ്ടായിരുന്നാണേ, ഇപ്പൊ പുറത്തേക്ക് പോയി. ഞാൻ പറഞ്ഞു വരുമ്പോ അച്ഛനെ വിളിച്ചു. അപ്പൊ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. അല്ല വരണ്ടേ, അപ്പൊ ഞാൻ വിളിച്ചിട്ടേ ഇപ്പൊ വരണ്ട്. ബോളി അല്ല, ബോബിന് മോളി. ഉണ്ടാക്കൂലേ ബോളി? വേണ്ടേ, അതൊന്നും വേണ്ട. അല്ല അങ്ങനല്ലേ, തെക്ക് ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് ഉപയോഗിക്കും. നമ്മുടെ ഇവിടേക്ക് അത്ര സാധാരണ ഇല്ല. ഈ വേണമെന്നാവാം. അല്ല, അനുവേട്ടന് വേണം. ഇവൾക്കും അനുവേട്ടനും ഓരോന്നും ഉണ്ടാക്കി കൊടുത്തോ. നമുക്ക് ശരിക്കും പറഞ്ഞാലേ ഈ സദ്യയുടെ കൂടെ ഈ എല്ലാവർക്കും ചിലപ്പോ ഈ സദ്യ പറ്റിയെന്ന് വരില്ലേ. ഇപ്പൊ കല്യാണത്തിനൊക്കെ വരുമ്പോ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും ഈ കടിച്ചു വലിക്കാൻ പറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ? കടിച്ചു വലിക്കാനിപ്പോ അവിയലും മുരിങ്ങക്കോലും ഉണ്ടാവും, അതിങ്ങനെ കടിച്ചു വലിക്കാം. അങ്ങനത്തെ അല്ല, പിന്നെന്താ ചിക്കനോ അങ്ങനെ എന്തേലും, ചിക്കന്റെ എന്തേലും. എന്തേ കല്യാണത്തിനോ? എന്താ കല്യാണത്തിന്? അപ്പോ അല്ലാത്തപ്പോ വെട്ടി ഉണങ്ങണാണല്ലോ. കല്യാണത്തിന് സദ്യ മതിട്ടോ. അച്ഛനോ എന്ത് ചോദിക്കണ? ചോദിക്കാനൊന്നുമില്ല. സദ്യയുടെ കൂടെ ഇത് കഴിഞ്ഞാലേ ആ വാഴയുടെ 4 പുറം പുല്ലൊക്കെ വെട്ടി മണ്ണിട്ടേക്കണം കേട്ടാ. നമസ്കാരം. എവിടെയായിരുന്നു? ഞാൻ പുതിയടം വിളിക്കുമ്പോഴേ ഞാന് പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങിയിരുന്നു. അതാ വരുന്നു. നമ്മളിപ്പോ എത്ര ആളുണ്ടാവും? ഇതിപ്പോ ഇനി എത്ര ദിവസം ഉണ്ടാ? 20 ദിവസം ഉണ്ട്. 20 ദിവസമേ ഉള്ളൂ. ക്ഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്കൊരു 3000 ആൾക്ക് സദ്യ വെച്ച ഒരു 3500 ആൾക്ക് വെച്ചൂടെ? 3500 നോക്കണ്ട, ഒരു 200-300 ആൾക്കൊക്കെ കഴിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ 3500 പേർക്ക് സദ്യ. ഒരു 300 വേറെ എക്സ്ട്രാ വന്നാലും കുഴപ്പമില്ല. വിരോധമില്ല. അച്ഛാ, അങ്ങനെയാണെങ്കിൽ ഒരു 1000 പേർക്ക് ബിരിയാണി ആക്കാം, ഒരു 2500 പേർക്ക് ഇതും ആക്കാം. സദ്യ എന്താകുന്നു? ബിരിയാണി ഒരു 1000 പേർക്ക് ബിരിയാണി ആക്കാന്ന്. ആർക്ക് വേണ്ടവർക്ക്? എന്താ നീ വിളിക്കണത്? എന്തിനാ ബിരിയാണി? അല്ല, ബിരിയാണി വേണ്ടവർക്ക് കഴിക്കാമല്ലോ അച്ഛാ. എന്താ ഇവനീ പറയണത്? ബിരിയാണി ഇപ്പൊ സാധാരണ എല്ലാവരും ഇപ്പൊ ഈ വരുന്നവരൊക്കെ അത്യാവശ്യം എന്തെങ്കിലും കടിച്ചു വലിക്കണം. നമ്മുടെ തറവാട്ടിൽ നിന്ന് വരെ കല്യാണത്തിന് അത് ഉണ്ടായിട്ടുണ്ടോ? നല്ല നാടൻ സദ്യയല്ലേ ഉണ്ടാവാറുള്ളൂ. എന്റെ അനിയന്റെ കല്യാണം, അനിയത്ര കല്യാണം, നിന്റെ കല്യാണം, ആരാ സദ്യ ഒരുക്കിയത്? പുതിയടല്ലേ? അത് അതേപോലെ 16 കൂട്ടം കറി, 3 തരം പായസം, അത് മതി. അത് ഏത് കാലത്താ? ഇപ്പൊ അങ്ങനെ അല്ലാന്ന്. ഇപ്പൊ എല്ലാവരും ഇതൊക്കെ കഴിക്കണവരാണ്. ഒരു കണക്കിന് നല്ലത് സദ്യ തന്നെയാണ്. ഇനിയിപ്പോ ബിരിയാണി നിർബന്ധമാണെങ്കിൽ നമുക്ക് ബിരിയാണിയും വെക്കാം, വിഷമില്ല. പക്ഷെ ബിരിയാണി വെക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഒരു 10-150 പേര് കൂടുതൽ വന്നു എന്ന് വിചാരിക്കാം.
അപ്പൊ നമ്മൾ ആകെ കിടന്നൊരു വിഷമാവും. അല്ല അതല്ല അങ്ങനെ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു 1000 പേർക്ക് നമ്മൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അത് കഴിയുമ്പോ കഴിഞ്ഞോട്ടെ ബാക്കി സദ്യ ഉണ്ടല്ലോ. അങ്ങനെ രണ്ടും കൂടി വേണ്ട ശീതള, നീ എന്താ ഈ പറയണത്? അല്ല വേണ്ടവർക്ക് കഴിക്കാൻ സദ്യ ആവുമ്പോ കറികളൊന്നും പെട്ടെന്ന് കഴിയില്ല. അതെ, എല്ലാ കറികളും കഴിയില്ല. എല്ലാം കഴിയില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിട്ട് കഴിക്കാം. സാമ്പാറൊക്കെ ആണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞു പോയി എന്നുണ്ടെങ്കിലും നമുക്ക് വല്ല രസമോ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് വന്നവരെ മാന്യായിട്ട് നമുക്ക് പറഞ്ഞുകൂടാ, മാന്യായിട്ട് കൊടുക്കാൻ പറ്റും. ഇത് ഉച്ചയ്ക്ക് കുറച്ച് പേർക്ക് സദ്യ ഒരുക്കിയിട്ട് വൈകുന്നേരം ഒരു ഫംഗ്ഷൻ നടത്തുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ഞാൻ തീരുമാനിച്ചിരിക്കുന്ന എല്ലാവരെയും സദ്യക്കാണ് ക്ഷണിച്ചത്. അപ്പൊ ഈ വരുന്ന 3500 പേർക്കും ഒരേ പോലത്തെ സദ്യ മതി. പിന്നെ വൈകുന്നേരം വേറെ ഫംഗ്ഷൻ ഒന്നും ഇല്ല. പിന്നെ അങ്ങനെ മതി. അങ്ങനെ മതി. ബോളി തിരുവനന്തപുരത്തൊക്കെ കുറച്ച് പേര് വരും. അപ്പൊ മോളുടെ ആഗ്രഹം പോലെ ബോളി ആയിക്കോട്ടെ. മന്ത്രിമാരൊക്കെ കാണും. എന്റെ പാർട്ടിയിലുള്ളവരൊക്കെ ഉണ്ടാവും. പിന്നെ ചില മന്ത്രിമാരൊക്കെ വരും. പായസം 3 കൂട്ടം. ഒന്ന് പാലട, പരിപ്പ്, പഴം. നേന്ത്രപ്പഴം ആയിക്കോട്ടെ. പൂവമ്പഴല്ലേ ഉപയോഗിക്കും? അല്ല നേന്ത്രപ്പഴം നല്ലത്. അതെ. എന്നാ പിന്നെ നേന്ത്രപ്പഴാക്കാം. എന്താ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുന്നത്? നിന്നോടൊരു പണി പറഞ്ഞില്ല, അത് ചെയ്തു. എനിക്ക് ബിരിയാണിയുടെ കാര്യം പറഞ്ഞു. ബിരിയാണി ഉണ്ടെങ്കിൽ സൂപ്പറാണ് കല്യാണത്തിന്. ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ താല്പര്യമുള്ളവരുണ്ടേ. പുതിയ ട്രെൻഡാ. അതെ, സദ്യ മതി, പണിയെടുക്കട. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം കുട്ടിയെ, പപ്പടം നമുക്ക് വല്യപ്പടം വേണോ അതോ ചെറിയത് മതിയോ? എന്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. അല്ല പപ്പടം ഇപ്പൊ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ കണക്കന്നെ. രുചി തന്നെയല്ലേ? രുചി വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്കൊരു 3500 ആള് അങ്ങനെ പിടിക്കാം. എന്നാ ശരി. ഓ ആയിക്കോട്ടെ, സന്തോഷം. ശരി. ചേട്ടൻ എന്താണ്? നല്ലതാ, റേഞ്ചില്ല ഇവിടെ. ചാകാൻ നോക്കിയാണ് പറഞ്ഞിട്ടിരിക്കണ്ടേടാ. എനിക്കൊന്ന് ഞാൻ വിചാരിച്ചാ പറഞ്ഞിട്ട് വെറുതെ തന്നെയാണ് ചാകാൻ വേണ്ടി. രാവിലെ മുതൽ ഇത് തന്നെയാണല്ലോ. നീ വല്ലതും വലിച്ചിട്ടുണ്ടാ? എന്ത് വലിക്കാൻ? പിന്നെ കണ്ണു മൂക്കൂല്ലാതെയാണ് വന്നിരിക്കണം. പണിക്കോ എടുത്തും വീണെന്ന്. എവിടെയാ പണി എനക്ക്? നമ്മുടെ ആ പഞ്ചായത്ത് പ്രസിഡന്റ് സുഗതനില്ലേ? ഓ ശരി. പുള്ളിയുടെ വീട്ടില്. പുള്ളിയുടെ മോളുടെ കല്യാണം നടക്കാൻ പോവല്ലേ? ഏത് പ്രസിഡന്റ് മോളുടെ കല്യാണമായാ? അത് ശരി. അപ്പൊ ഗംഭീരമായിരിക്കുമല്ലോ. പിന്നെ പടക്ക് പരിപാടിയാ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പേര് ചേട്ടാ, നമ്മ ഈ കല്യാണത്തിനെ ബിരിയാണിയാണോ നല്ലത് അതാ സദ്യയാണോ? അതിപ്പോ ആളുകൾക്ക് തിന്നാൻ ഇഷ്ടമുള്ള ഏത് ഭക്ഷണം എന്ന് വെച്ചാൽ അത് കൊടുക്കണം. ബിരിയാണിയാണ് സ്റ്റൈൽ. ഇപ്പൊ പ്രസിഡന്റ് അവിടെ സദ്യ വേണോ അതോ ബിരിയാണി വേണോന്ന് ചർച്ചയായി. മോന് ബിരിയാണി, പ്രസിഡന്റ് സദ്യ. ഞാൻ ഇന്ന് ബിരിയാണി എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ട് അവർ അംഗീകരിച്ചില്ല, അവര് സദ്യയാക്കി. സദ്യയാണോ? എന്റെ അതേ അഭിപ്രായം പുള്ളിയുടെ മോനും ഉണ്ടായിരുന്നു. അപ്പൊ മറ്റേ അങ്ങനെ കഴുത്തില് തുണിയൊക്കെ ഇട്ട് മറ്റേ മുറുക്കണ മറ്റേ പുള്ളി ഉണ്ടല്ലോ സദ്യ വെക്കണം. പുതിയിടം. അതന്നെ പുതിയിടം സത്യശീലിന്റെ സദ്യയാണോ? പുള്ളി അത് ബിരിയാണി ക്യാൻസൽ ആക്കിയിട്ട് സദ്യയിൽ ഉറപ്പിച്ച്. അയ്യോ, ഇയാളെന്ത് മെനകെട്ട ആളാണ്. ആ പ്രസിഡന്റും കൂടി അയാള് പറഞ്ഞ സദ്യയാണ് വിളിച്ചു കൂട്ടി ആളുകൾ മുഴുവൻ കഴിക്കേണ്ടത്. ഇതിപ്പോ എല്ലാരും പറഞ്ഞല്ലേ, ഇപ്പൊ ബിരിയാണി ആണെങ്കിൽ എന്താ പൊളിയല്ലേ? എടാ ബിരിയാണി അല്ലേ നല്ലത്. പുള്ളി പറയാ ബിരിയാണി വെക്കാൻ പാടാണ്, പെട്ടെന്ന് കല്യാണത്തിന്റെ ഇടയിൽ തീർന്നു പോയാൽ എന്ത് ചെയ്യും? എന്ത് പാട്? അയാൾക്ക് അറിയാൻ പാടില്ല. 16 കൂട്ടം കറിയും പായസവും ഇത്ര ഉണ്ടാക്കണ സദ്യയാണ് പാട് ബിരിയാണിയാണ്. അതിന്റെ തന്നെയല്ല ഈ ഇല ഇട്ടിട്ട് ചപ്പും ചവറും പുല്ലും വൈക്കോലും ഒക്കെ വിളമ്പിട്ട് ക്ഷണിക്കപ്പെട്ടവരോട് തിന്നാൻ പറഞ്ഞതിന് ആടും പശുവും ഒക്കെ തിന്നണ പോലെ. ഞാനെന്ത് പറയാനാ, ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അവര് തള്ളിക്കള. എടാ അത് ജാതി വിവേചനമാണ്, വേറെ ഒന്നുമല്ല. പണ്ട് ഈ സുഗതനെയും ശീതളിനെയൊക്കെ ഉണ്ടല്ല ഈ പുതിയിടത്തിന്റെ വീട്ടുമുറ്റത്ത് കേട്ടൂലായിരുന്നു. എന്തിന് മുമ്പിൽ കൂടി വഴി നടക്കാൻ അനുവദിക്കുമായിരുന്ന? ജാതി വിവേചനമല്ലേ? ഇപ്പൊ പുതിയിടം വെച്ച് വിളമ്പിയാലേ സുഗതം കഴിക്കുള്ളൂ. പണ്ടിട്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പൊ ബിരിയാണി തിന്നണവനും മീൻ തിന്നണവനും സദ്യ കഴിക്കണവനും എല്ലാവരും കൂടി വോട്ട് ചെയ്തിട്ടല്ലേ ഇയാള് പ്രസിഡന്റ് ആയത്. അപ്പൊ ഇയാളുടെ വീട്ടിലൊരു ആവശ്യം വരുമ്പോ എന്താ ചെയ്യേണ്ടത്? ആ ഒരു ഇതിലല്ലേ ഞാനും ഒരു അഭിപ്രായം പറഞ്ഞ, എന്നിട്ട് അവര് പാടെ തള്ളിക്കളഞ്ഞതിനാ. അതിന് പണി കൊടുക്കണോ? അത് പുള്ളി ഇപ്പൊ ഇലക്ഷന്റെ പരിപാടിക്ക് ഇപ്പം മീൻകറിയും കപ്പയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതേപോലെ ഇതിന് കല്യാണത്തിന് ഇപ്പൊ എല്ലാ കല്യാണത്തിനും ബീഫിന് എന്താ കുഴപ്പം? ബീഫ് എന്ത് തെറ്റാ ചെയ്തത്? ഇപ്പൊ നീ ഒരു കല്യാണ ആവശ്യത്തിന് ചെന്നു, അവിടെ കുറെ ബീഫ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, സദ്യ ഉണ്ട്, നീ ഏത് തിന്നും? ബീഫല്ലേ കഴിക്കുള്ളൂ. ബീഫ് എന്ന് പറഞ്ഞാൽ ലോകം അംഗീകരിച്ച ഒരു ഭക്ഷണമാണ്. എന്തെങ്കിലും കുഴപ്പം അതിനുണ്ടാ? പിന്നെ അത് കൊടുത്തെന്നോർത്ത് എന്താ ഇയാളുടെ മോൾക്ക് എന്ത് പറ്റും? കല്യാണം മുടങ്ങും. ഇതിനൊരു പണിയുണ്ട്, നീ ഒരു പണി ചെയ്തേ. ഇത് നമ്മൾ പ്രതികരിക്കണം, ഇതങ്ങനെ അനുവദിക്കാൻ പറ്റില്ല. നീ വീഡിയോ ഒന്ന് എടുത്തേ, ഞാൻ പറഞ്ഞ വീഡിയോ ഒന്ന് എടുത്തേ.
ഒളിക്കോ? നീ അത് ഇത് അനുവദിക്കാൻ പറ്റില്ല. നമ്മൾ ഈ പീഡിയറാത്തിരിക്കുമ്പേ. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സുഗതന്റെ മകളുടെ കല്യാണം നടക്കുകയാണല്ലോ. ഈ വിവാഹത്തിന് പഞ്ചായത്തിലെ മുഴുവൻ നാനാജാതി മതസ്ഥരെയും അദ്ദേഹം ക്ഷണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ കല്യാണത്തിന് ക്ഷണം സ്വീകരിച്ചെത്തുന്നവർക്കെല്ലാം പുതിയിടം സത്യശീലൻ തീരുമാനിക്കുന്ന ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നാണ് സുഗതൻ പ്രസിഡന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രസിഡന്റിന്റെ വീട്ടിൽ പ്രസിഡന്റും മകനും തമ്മിൽ ഉഗ്രമായ തർക്കം നടക്കുകയെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇറച്ചി കൊടുക്കണമെന്ന് മോനും പച്ചക്കറി കഴിച്ചാൽ മതിയെന്ന് പ്രസിഡന്റും നിലപാടെടുത്തതിന്റെ ഭാഗമായി പച്ചക്കറി തന്നെ നടത്താൻ പുതിയിടം സത്യശീലനെ ചുമതലപ്പെടുത്തിയിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ ജാതി വിവേചനം, ഒരു ജാതിയുടെ ഭക്ഷണം മറ്റു മുഴുവൻ ആളുകളും കഴിച്ചോളണം എന്ന് പറയുന്നത് തന്നെ നവോത്ഥാനത്തിന് എതിരായ ഒരു മെസ്സേജാണ് പകർന്നു നൽകുന്നത്. അതുകൊണ്ട് ഈ പ്രസിഡന്റിന്റെ വീട്ടിൽ നടക്കുന്ന മകളുടെ കല്യാണം ബഹിഷ്കരിച്ചുകൊണ്ട് ഇത്തരം നിലപാടുകൾക്കെതിരെ, ജാതി വിഭാഗീയതയ്ക്കെതിരെ ശക്തമായ താക്കീത് കൊടുക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. എങ്ങനെയുണ്ട്? നോക്കട്ടെ. ഇതേ ഇപ്പൊ തന്നെ ഫേസ്ബുക്കിൽ ഇട്ടാലേ കാര്യങ്ങൾ തീരുമാനമായിക്കോളും. ആളുകൾ ഇതുമ്പോ തൂങ്ങിക്കോളും. ഇങ്ങനെയൊക്കെ പറ്റൂല്ലേ? ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് പറഞ്ഞാലേ നമ്മൾ ഈ പീഡിയത്തിനേൽ ഇരുന്നിട്ട് ഇതുപോലത്തെ നമ്പർ കാണിച്ചാലേ നമ്മളിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആളുകൾ അറിയുള്ളൂ. അല്ലെ പ്രസിഡന്റിന്റെ കല്യാണം മാത്രം ജനം അറിയും, നമ്മൾ അറിയില്ല. ബിരിയാണിക്കെതിരെ പ്രതികരിക്കാൻ ആള് വേണം. അങ്ങാട് പറക്കട്ടെ, അങ്ങാട് വിട്ടിട്ടുണ്ട് ആണല്ലേ? ആ, ഇതുമ്മ തൂങ്ങിക്കോളും. അതെ, ഒരുത്തൻ തൂങ്ങിയതുമ്മ. നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ ജാതി വിവേചനം, ഒരു ജാതിയുടെ ഭക്ഷണം മറ്റു മുഴുവൻ ആളുകളും കഴിച്ചോളണം എന്ന് പറയുന്നത് തന്നെ നവോത്ഥാനത്തിന് എതിരായ ഒരു മെസ്സേജാണ് പകർന്നു നൽകുന്നത്. അതുകൊണ്ട് ഈ പ്രസിഡന്റിന്റെ കല്യാണം ബഹിഷ്കരിച്ചുകൊണ്ട് നമ്മൾ ഇതിന് ശക്തമായ താക്കീത് നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ അഭിപ്രായം ശരിയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബാക്കിയുള്ളവർക്ക് മുഴുവൻ എത്തിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം ഇത് നോക്കണം. നീ ഏത് നേരം ഫോണിൽ നോക്കണല്ലേ? ഇതൊന്നും കണ്ടില്ലേ നീ? എന്താണ് ഇതേതവൻ? ഇവൻ ആദ്യം തൊട്ടാ വീഡിയോ ഒന്ന് നോക്ക്. കാണാതെ എന്തൊക്കെ തെമ്മാരത്തിനാ പറയണത് നോക്ക്. അവിടെ കല്യാണത്തിന് ക്ഷണം സ്വീകരിച്ചെത്തുന്നവർക്കെല്ലാം പുതിയിടം സത്യശീലൻ തീരുമാനിക്കുന്ന ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നാണ് സുഗതൻ പ്രസിഡന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രസിഡന്റിന്റെ വീട്ടിൽ പ്രസിഡന്റും മകനും തമ്മിൽ ഉഗ്രമായ തർക്കം നടക്കുകയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്ത് ഇവനിവിടെ അവിടെ ഒക്കെ കാണാറുള്ള ഒരുത്തനാണുള്ളത്. ഇതെന്ത് ഇവനെന്താ പ്രശ്നം? അതാ ഞാൻ പറഞ്ഞു, ഇവനെന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കണേ? ഇതെങ്ങനെ ഇവനറിയണത് ഇതൊക്കെ ഈ കാര്യങ്ങള്? ഇതിപ്പോ അന്നേട്ടം പറഞ്ഞിട്ട് അന്നേട്ടം അയച്ചെന്നോ? അവിടെ നിന്ന് വെച്ചെന്നാ? ഒന്നാമത് ഈ മറ്റേ ഇറച്ചിനും ഭക്ഷണത്തിന് തർക്കണ്ടായതൊക്കെ നീ എന്തിനാ നാട്ടുകാരോട് പറയാൻ പോയി? അച്ഛനെന്തേ പറയണേ? ഞാൻ നാട്ടുകാരുടെ പോയി പറയാൻ നിൽക്കണം. പിന്നെ അങ്ങനെ അറിഞ്ഞെന്ന് എനിക്കെങ്ങനെ അറിയുന്ന ഞാൻ ചോദിക്കണേ? എന്തൊരു കഷ്ടത്! ഇതിപ്പോ ഞാൻ പോയിട്ട് പറഞ്ഞാൽ മതിയായോ? വീട്ടിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായങ്ങൾ പറയുന്നല്ലാണ്ട് ഇതൊക്കെ നാട്ടുകാരുടെ പോയി പറയോ ഞാൻ? അതെ, നീ അവനെ വിളിച്ചു പറയേ. അത് രാഷ്ട്രീയത്തിൽ എന്നോടുള്ള വൈരാഗ്യമുള്ള ആരെങ്കിലും ചെയ്താവെന്ന് പറ. ഇത് അങ്ങനെ തന്നെ. ഒന്നാമത്തെ കാര്യം, അന്ന് നമ്മൾ സംസാരിക്കുമ്പോ പിന്നെ പോയി പുതിയട ഉണ്ടായിരുന്നു. ഇനി അയാൾ എവിടെയും പോയി പറയൂ? അയാൾ പച്ചക്കറി വെക്കണതിനെതിരല്ലേ ഈ പ്രശ്നം പറയണത്? അപ്പൊ പിന്നെ അയാൾ ഇതിന് നിൽക്കുവോ? അല്ല, ഇത് എങ്ങനെ അറിഞ്ഞെന്നുള്ള ഞാൻ ചോദിക്കണത്. കാര്യം പറഞ്ഞാൽ പ്യാരി ഉടായ്പാണെങ്കിൽ ഈ പറഞ്ഞതിലൊക്കെ കാര്യമുണ്ട്, വാസ്തവമുള്ള കാര്യമാണ് പ്യാരി പറഞ്ഞത്. പ്യാരിട്ട് വീഡിയോ കറക്റ്റാണ്. അതെ, അതുകൊണ്ടാ അത് എല്ലാരും കാണണത്. ഇന്നത്തെ ചെറുപ്പാരൊക്കെ ബീഫ് ഇല്ലാണ്ടും ചിക്കൻ കാലൊക്കെ ഇല്ലാണ്ട് അവരെല്ലാം കഴിക്കണം. അയാൾ ചെല്ലുന്ന വീട്ടിൽ നിന്ന് 5 പൈസ തൊട്ട് വീട്ടുകാർക്ക് കൊടുക്കും. എന്താണ് രാജോട്ടെ, എന്താ ചർച്ച? മൊയ്തൊക്കെ പ്യാരിട്ട വീഡിയോ കണ്ടില്ലേ? അവൻ പറഞ്ഞ കറക്റ്റ് കാര്യല്ലേ? അതാണ് അതിനെ കുറിച്ച് വേണ്ടാത്ത പറഞ്ഞിട്ടുണ്ടാക്കില്ലേ? ഇതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. എല്ലാരും പറഞ്ഞ അപ്പ വേണ്ടാത്ത
എന്തെങ്കിലും പറഞ്ഞ ഓൻ വെറുതെ ആളാവാൻ വേണ്ടിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടല്ലേ? അങ്ങനെ പറയല്ല മാഷേ, അതൊരു ഇത് ശരിയല്ല. ഓനത് ഒരു വസ്തുതയാന്ന് ഓനാ ചൂണ്ടിക്കാട്ടി. വസ്തുതയില്ല. നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഒരാൾ ഒരു കല്യാണത്തിന് ക്ഷണിച്ചാൽ അയാളെ വീട്ടിൽ നിന്ന് നമുക്ക് എന്ത് തരുന്നോ അത് തിന്നിട്ട് ഇങ്ങോട്ട് പോരുക. വരുന്നവരുടെ സംതൃപ്തി നോക്കണ്ടേ? പ്രായോഗികമായിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒരു കല്യാണത്തിന് ഒരു വീട്ടിലേക്ക് ആളെ ഒരു 10,000-3,500 ആൾക്കാർ കല്യാണത്തിന് വരും. ഈ 3,500 ആൾക്കാർക്ക് നോൺ വെജ് കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ സദ്യ വിളമ്പണ അതിലും വലിയ ബുദ്ധിമുട്ട്. 18 തരം കറി, ഈ പാവക്ക അരിച്ചേണ്ട കൈപ്പള്ള കറി, അങ്ങനെ ഒരു 10-18 കറി നോൺ വെജ് കൊടുക്കാന്ന് പറഞ്ഞേ. ഇപ്പൊ ചിക്കൻ ആണ് കൊടുക്കണത്. നിങ്ങൾ ചിക്കൻ കൂട്ടില്ല, നിങ്ങൾക്ക് ബീഫ് അവിടെ കിട്ടുമോ? അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാല്ല. പച്ചക്കറി, വെജിറ്റബിള് എല്ലാം ഉണ്ടാക്കി വെക്കുക. ആ പ്യാരിജാതന്റെ വാക്കും കേട്ടിട്ട് അതിന് പോലെ കുടി പഠിക്കാൻ നിങ്ങൾ നിൽക്കണ്ട. അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് സുഗതേട്ടന്റെ മോളെ കല്യാണ നമ്മളെ കല്യാണത്തിന് വിളിച്ച് അടച്ചിരുന്നു. മൂപ്പര് എന്താണോ തരുന്നത് അത് തിന്നിട്ട് ഇങ്ങോട്ട് പോരുക. അല്ലാണ്ട് അവിടെ പോയിട്ട് എനിക്ക് ചിക്കൻ വേണം, ബീഫ് വേണം, ഓന് മറ്റേത് വേണം, ഓന് താറാവർച്ചി വേണം എന്നൊന്ന് പറയാൻ മാത്രം അങ്ങനെ പറയരുത്. നമ്മുടെ പിള്ളേരൊന്നും ഇപ്പൊ ഈ ബീഫ് ഒന്നും ഇല്ലാണ്ട് കഴിക്കല ചേട്ടാ. ഈ ചിക്കനൊക്കെ ഒന്ന് അടിച്ചു കഴിക്കണേ. അല്ലാണ്ട് അല്ലെങ്കിൽ വിളിക്കണ പച്ചക്കറി കൂട്ടി മുരിങ്ങാക്കോല് കഴിക്കോടാ. നീ അവൻ അറിയാൻ പാടില്ല മുരിങ്ങാക്കോല് എന്താ. വീട്ടിലും കല്യാണം വരുന്നുണ്ട്, ചോദിക്കും ആൾക്കാരാ. മനോഹരേട്ടാ, ഇല്ലില്ല, അതൊക്കെ കറക്റ്റ് സമയത്ത് നടക്കും. എന്തിനാ കല്യാണം മാറ്റി വെക്കണേ? അല്ല, അതിപ്പോ ഈ പറയണോന്നൊന്നും അറിയണ്ടല്ലോ നമ്മുടെ വിഷമങ്ങളൊന്നും. ഇത് പെൺകുട്ടിയുടെ കല്യാണം. അതെ, ഓക്കെ. കല്യാണം മാറ്റി വെക്കണ്ടോന്നൊക്കെ ആൾക്കാർക്ക് അതിന്റെ മുകളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, രാഷ്ട്രീയ നേതാവല്ലേ, എന്താ അവര് മനുഷ്യരല്ലേ, അവർക്ക് മക്കളുണ്ടാവില്ലേ? ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടും വിഷമൊന്നും ഇവർക്ക് അറിയണ്ടല്ലോ. ഇത് ഏതൊരുത്തൻ എന്തോ ചെയ്തതിന് എന്തിനു നമ്മളിങ്ങനെ കിടന്നതാവണേ? എടാ, ഒരുത്തൻ അങ്ങനെ ഇറങ്ങി എന്തെങ്കിലും വിഡ്ഢിത്തരം വിളിച്ചു പറഞ്ഞാൽ അത് കേട്ടിട്ട് അതിനെ ന്യായീകരിച്ച് കുറെ എണ്ണം പിന്നാലെ നടന്നിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യം എന്താ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈവ് നമ്മൾ വിടുക നല്ലത്. ഞാൻ വീഡിയോ എടുത്തരാം, അച്ഛന്ന് പറയൂ, ഞാൻ എടുത്തോളാം. എന്നാ നീ എന്റെ കൂടെ എന്നാ നീ ഞാൻ എടുക്കാം. ഞങ്ങള് ഇതിലെടുക്കട്ടെ ഏട്ടാ? എന്നാ അതിലെടുത്തു. നമുക്ക് പറയാനുള്ളത് എന്നെ പറഞ്ഞു. എടുക്കട്ടെ? എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, എൻ്റെ സഹോദരി മണ്ടോദരിയുടെ വിവാഹ സദ്യയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഞങ്ങളുടെ വീട്ടിൽ ഒരു തീരുമാനം എടുക്കുന്നത് അച്ഛനാണ്. അച്ഛൻ്റെ അവസാന തീരുമാനം എന്താണോ അതിനോട് യോജിച്ചു പോലാണ് ഞങ്ങൾ സാധാരണ പതിവ്. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ വിശേഷങ്ങൾക്കും പുതിയിടം സത്യശീലനാണ് വിഭവങ്ങൾ ഒരുക്കാറുള്ളത്. എൻ്റെ മോളുടെ കല്യാണത്തിന് വരുന്നവർക്ക് നല്ലൊരു സദ്യ ഒരുക്കി കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. അതിന് നല്ലൊരു പാചകക്കാരനെ കണ്ടെത്തി. അല്ലാതെ അയാളുടെ ജാതി മതമൊന്നും ഞങ്ങൾ നോക്കിയില്ല. അനാവശ്യമായിട്ട് ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് എൻ്റെ കുട്ടിയുടെ ജീവിതം പാഴാക്കരുത്. ഞങ്ങളുടെ കുടുംബം ഞങ്ങളായിട്ട് ഒരു ബന്ധമില്ലാത്തവരാണ് ഈ വിവാദങ്ങളൊക്കെ പടച്ചുവിടുന്നത്. അത് കേട്ടിട്ട് നിങ്ങൾ ആരും വിവാഹത്തിന് വരാതിരിക്കരുത്. മാത്രമല്ല, നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾ തിരിച്ചറിയണം. ഒരു സദ്യയിൽ പോലും ഇങ്ങനെ വേർതിരിവ് കണ്ട് വൃത്തികെട്ട രീതിയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചറിയണം. ശരിക്കും പറഞ്ഞാല് അവരൊക്കെ ശരിക്കും ചാണകം മുക്കിയ ചൂലോണ്ട് അടിക്കേണ്ടതാണ്. അത്ര സങ്കടമുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ എല്ലാവരും കല്യാണത്തിന് വരണം. എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഈ വക കാര്യങ്ങളിൽ വരെ അങ്ങനെ ജാതി മതം പറയണവനൊക്കെ വെച്ചിരിക്കാൻ പാടില്ല. നമസ്കാരം. നമസ്കാരം. ഇരിക്കാം. എന്താ ഈ വഴിക്ക് ലിസ്റ്റൊക്കെ തന്നതാണല്ലോ? ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു വന്നതാണ്. അതായത് ഇപ്പൊ നാട്ടിലുണ്ടായിട്ടുള്ള കോലാഹലങ്ങളൊക്കെ പറഞ്ഞു കാണുമല്ലോ. അതിപ്പോ ഒരുത്തൻ ഷൈൻ ചെയ്യാൻ വേണ്ടിട്ട് എന്തൊക്കെ പറഞ്ഞു വരുത്തിയതല്ലാണ്ട്. ഞാൻ ഇപ്പൊ വന്നത്, ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് അങ്ങോട്ട് ഒഴിയാണ്. എന്തിന്? അല്ല, അത് ശരിയാവില്ല എന്നൊരു തോന്നല്. അയ്യോ, സത്യം പറഞ്ഞാൽ ജീവിക്കാൻ തന്നെ പേടിയായി തുടങ്ങി.
വേറെ ആരെങ്കിലും വെച്ചിട്ട് അത് നടത്തിക്കോളും. അതിന് എനിക്ക് കുഴപ്പമില്ലെന്നേ. ഞാനൊരു കാര്യം തീരുമാനിച്ചല്ലേ, അത് അങ്ങനെ തന്നെ മതി. അത് പുതിയടം തന്നെ മതി. അതിലൊന്നും മതി എന്നല്ല, അതേ വേണ്ടു. അല്ല, എന്താ വിഷയം എന്ന് വെച്ചാൽ, ഞാൻ എന്തെങ്കിലും ഒരു സംഗതി ഏറ്റെടുത്ത് ചെയ്യുമ്പോ അത് പൂർണ്ണ സന്തോഷത്തോടെയും മനസ്സർപ്പിച്ചുമാണ് ചെയ്യണത്. അതെല്ലോ ഞങ്ങൾക്ക് അറിയാലോ. അതെ, അതിപ്പോ ഇങ്ങനെ ഒരു ഇതൊക്കെ വന്ന സ്ഥിതിക്ക് ഇനി അത് ശരിയാവില്ല. അല്ല ഞങ്ങളപ്പോ അല്ല, ഇനി ഞാനത് വീണ്ടും വെച്ചാലൊന്നും അത് നന്നാവില്ല. അതുകൊണ്ടാണ്. വേറെ ഒന്നും തോന്നരുത്, ഒന്നുമില്ല. അപ്പൊ എന്നാ ശരി കേട്ടോ പ്രസിഡന്റെ. വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് അതിന് പറ്റിയ നല്ലൊരാളെ നമുക്ക് കണ്ടെത്തിയാൽ പോരെ. അത് കിട്ടും, അത് നോക്കാം നമുക്ക്. എന്നിട്ട് അയാളെ കുറിച്ച് ഇതുപോലെ ഓരോ പരാതി പറഞ്ഞാലോ? അതൊന്നും വേണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങോട്ട് വെക്കാം. എന്താ ഈ പറയണ ഇത്ര ആൾക്കാർക്കോ? കൈസഹായത്തിന് ബംഗാളികളെ വിളിക്കടാ. ഞാൻ തീരുമാനിച്ചു, നമ്മൾ വെക്കും. അച്ഛൻ പറഞ്ഞു ശരിയാ, നമുക്ക് വെക്കാം. നമ്മൾ ക്ഷണിച്ച ആൾക്കാരല്ലേ, നമുക്കും കുറെ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ. പഴയ കാലത്ത് എന്തായിരുന്നു, ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഏയ് അത് അത്ര ഒരു മുഖശ്രീ ഇല്ല. ഈ കുട്ടിയോ? ആ അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അതല്ലടാ, ബാംഗ്ലൂരാണ്, നഴ്സാണ്. അതെ അല്ലേ? വേറെ ഏതല്ല? വേറെ രണ്ടെണ്ണം കൂടി ഉണ്ട്. അത് കണ്ട മോഡലാണ് ഇപ്പൊക്കെ കുട്ടികൾ. മോഡൽ അല്ലേ അത് വേണ്ടത്. ഇത് കൊള്ളാല്ല. വേറെ ഏതല്ല? എന്ത് ചുമണ്ടാ? ഞാൻ കഴിഞ്ഞ ആഴ്ച വരേണ്ടതായിരുന്നല്ലോ. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞില്ലേ ചുമയാണ്. ഡോക്ടറെ കണ്ടില്ലേ സൂതേട്ടാ? ഡോക്ടറെ കണ്ടില്ലേ? കണ്ടു, നമ്മുടെ സുധാകരൻ ഡോക്ടറാണ്. അയ്യോ, അത് ഹോമിയോ അല്ലേ? ഹോമിയോ സമയം എടുക്കും, അലോപ്പതി കാണിച്ചൂടെ? അതിപ്പോ ഏത് ഡോക്ടറെ കാണിക്കുന്നത് സുഗതൻ അറിയില്ലേ? ഇനിയിപ്പൊ നീ അതിന്റെ ഇടയിൽ കൂടെ കയറി ഒരു അഭിപ്രായം പറഞ്ഞു, ഇനി അതെങ്ങാനും വല്ലതും സംഭവിച്ചാ എന്നാ വല്ല അറിഞ്ഞിട്ടാണോ? അല്ല, ഒരു 1-2 എടുക്കുന്നു പറഞ്ഞു അസുഖം മാറാം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നോക്കാം നമുക്ക്. അതിനല്ല, അത് പിള്ളേ അഭിപ്രായം അനുസരിച്ചിട്ട് വെറുതെ വേണ്ടാത്ത പണിക്ക് കണ്ട. സുധേട്ട ഇത് കൊള്ളാം. ഈ അവസാനം പൂവും പിടിച്ചിരിക്കണ ആ കുട്ടി ഇത് മതിയാച്ച, ഇത് മതി. നല്ല മിടുക്കിയല്ലേ? എന്താ പിടിക്ക്? എന്താ ഇതെന്താ വല്ല കടയുടെ ഉദ്ഘാടനത്തിന് താലം പിടിക്കാൻ പോവാ? കല്യാണം കഴിച്ചോണ്ടിരല്ലേ? അതിനുള്ളൊരു കുട്ടിയല്ലേ വേണ്ടേ? നോക്കട്ടെ, ഏതാ കുട്ടിയത്? ആ കാര്യൊന്നുമില്ല, വേറെ ഏതാണല്ലോ. അല്ല, ഞാനിപ്പോ ഈ 4 വീട്ടിൽ അന്വേഷിച്ചാലേ ഈ കുട്ടിയുടെ തറവാട് വലിയ കുഴപ്പമില്ല. തറവാടൊക്കെ ശരിയാണ്, പക്ഷെ അത് കാണുമ്പോ അറിയാത്. അല്ല, ഇത് നല്ല കുട്ടിയാണ്. അവിടെ നിക്കില്ല, അത് എവിടെ നിക്കില്ല അത്. അല്ല, അല്ലെങ്കിൽ വേറെ കുട്ടിയുണ്ട്. ആ വേറെ ഏതിലും കാണിക്ക്. ഈ കുട്ടിയായാലും ഇത് പിന്നെയും തിരക്കെടുക്കും. പക്ഷെ മറ്റേതായിരുന്നു കുറച്ചുകൂടി നല്ലത്. മറ്റേതായിരുന്നു ഇത്തിരി കൂടി നല്ലത്. ഇത് മതി, ഇത് മതി. അല്ല, ഈ കുട്ടി മതിയെങ്കിൽ ഈ കുട്ടി മതി. ഇത് നല്ല കുട്ടിയാ, നല്ല കുട്ടിയാണേ. പക്ഷെ കുട്ടിക്ക് അമ്മല്ല. വേണ്ട, അവനല്ലേ കെട്ടണത്, ഈ കുട്ടിയെ വേണ്ടുള്ളൂ. പറയോ, ചെറുപ്പത്തിലെ അമ്മ മരിച്ചേ. കുട്ടി എന്താ ചെയ്യണേ? കുട്ടി ബിടെക്. അല്ല, ബിടെക്കുകാർക്ക് ഇപ്പൊ എന്താ വരുന്ന അടുത്ത അഭിപ്രായം? എന്താ ബിടെക്കുകാർക്ക് ഇപ്പൊ ഇവള് പോയി പണി എടുത്തു കൊണ്ടുവന്നിട്ട് വേണം ഈ കുടുംബം കഴിയാൻ? വെറുതെ കയറി എന്തെങ്കിലും അങ്ങോട്ട് എഴുന്നള്ളിക്കും, ഒരു ബോധവും ഇല്ലാതെ. ജോലിയുള്ളത് നല്ലതല്ല, സൗകര്യമാണല്ലോ. ഭാര്യയുടെ സൗകര്യത്തിൽ കഴിയാനുള്ള പരിപാടിയാ. പഠിച്ചതല്ലേ, അപ്പൊ ഉറപ്പായിട്ട് ജോലിയൊക്കെ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അത്. അല്ല, ജോലിയുള്ള കുട്ടികളുണ്ടെങ്കിൽ വേറെ നോക്കാം. അത് നോക്ക്, നല്ല കുടുംബത്തിൽ നിൽക്കാൻ പറ്റുന്ന കുട്ടികളാണ്. അതെ അതെ, നല്ല കുടുംബം, നല്ല കുട്ടിയാണ്. അത് ഒരു അനുസരണൊക്കെ വേണം. 4 ആൾ ഇരുന്ന് വർത്താനം പറഞ്ഞിടത്ത് കയറി അങ്ങോട്ട് ചാടരുത്.
അതിന്റെ അടക്കൊതുക്കൊക്കെ വേണം. അല്ല എന്നാ കുഴപ്പമില്ല. ആ. ഈ കുട്ടിയുടെ അമ്മാമൻ സത്യശീലനെ ഞാൻ കണ്ടിരുന്നേ. സുഖദേട്ടത് ഇപ്പൊ ഒറ്റ മോളാണോ അല്ലെങ്കിൽ വേറെ സഹോദരൻ? അല്ല ഇരട്ടക്ക് എന്തേ ഒരു കൂട്ടർകാരിയല്ലേ ഇപ്പൊ ഇവിടെ പറഞ്ഞുള്ളൂ. ആ കൂട്ടർകാരിയല്ലേ ഇപ്പൊ പറയണത് ഇവിടെ. അല്ല സഹോദരങ്ങളുണ്ടോ? സഹോദരങ്ങൾ എന്തിനാ? അത് ഉണ്ടെങ്കി ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല. വാഴ ടച്ച് അവിടെ നിക്ക്. അല്ല മണ്ടോമ്മ ഇതിപ്പോ വലിയൊരു തറവാടും അത്യാവശ്യം തെറ്റില്ലാത്ത കുടുംബമാണ്. ഒരു എന്നോട് മോളെ പറയേ. ഇപ്പൊ അവളല്ലല്ലോ കല്യാണം കഴിച്ചു കൊടുക്കണത്, അല്ലല്ല. ഞാനല്ലേ. അതെ, അതെ. ആ കാര്യങ്ങൾ എന്നോട് പറയും. വേറെ ആരും ഇല്ല, ഒരൊറ്റ മോളേ ഉള്ളൂ. ആ സ്വത്ത്, ആ തറവാട്ടിലെ സ്വത്തും കാര്യവും ഒക്കെ അവൾക്കുള്ളതാണ്. ഇനിയിപ്പൊ അല്ലെങ്കിലും വേണ്ട. അപ്പൊ നമുക്ക് അപ്പൊ അങ്ങനെ എന്താ പറയാ, അങ്ങനെ അതങ്ങോട്ട് തീരുമാനിക്കുക. ഇത്തിരി ഫാഷനെ മുടിയൊക്കെ വെട്ടി ലിഫ്റ്റിക്കൊക്കെ ഇപ്പോഴത്തെ ഫാഷൻ പരേഡിന് പോവാൻ. അല്ലാതെ ഇപ്പോഴത്തെ ഒരു കയ്യിലൊക്കെ ഇല്ല പ്യാരി, ഏത് പെൺകുട്ടികളായാലും ഇവിടെ ഈ ചെക്കന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മാറണതും നന്നാവണതും ഒക്കെ ചെക്കന്റെ വീടിനെ ആശ്രയിച്ചിരിക്കുമല്ലോ. അടുക്കളയെന്ന് അട്ടഹാസം കേൾക്കരുത്. അതാ ഞാൻ മുഖത്ത് നോക്കി നോക്കണം. അതല്ല, നല്ല അടുക്കളയെന്ന് പുറത്തേക്ക് അട്ടഹാസം കേൾക്കില്ല. ഇല്ല, അത് നല്ല കണ്ടോ ശ്രീത്തുള്ള നല്ല FM റേഡിയോ വെച്ചപ്പോ ഒരു അടുക്കളയില് പാട്ട് അത് കേൾക്കരുത്. FM റേഡിയോ നിന്റെ അമ്മയുടെ പോലെ അടക്കൊതുക്കാൻ വേണമെന്നാ പറയണത്. അല്ല, അങ്ങനെയാണ് ഇഷ്ടായെങ്കിലേ നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ പോയിട്ട് പെണ്ണിനൊന്ന് കാണണ്ടേ? കാണാം. അതിപ്പോ എന്നാ കാണാൻ പറ്റുക? അത് ഇനി താമസിപ്പിക്കണ എന്തിനാ, പെട്ടെന്ന് ആയിക്കോട്ടെ. 14-ാം തീയതി ആയാലോ? 14-ാം തീയതി കുഴപ്പമില്ല. അയ്യോ 14-ാം തീയതി അമ്മയ്ക്ക് 14-ാം തീയതി മാറ്റി ഏത് ഡേറ്റ് വേണാവോ? 14-ാം തീയതി. 14-ാം തീയതി ഞായറാഴ്ച. 14-ാം തീയതി ഞായറല്ലല്ലോ, തിങ്കളോ? ഞായർ. എന്നാലേ ഞാന് സത്യശീലിനെ വിളിച്ചു പറയാം. അപ്പൊ എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. ഇതിനൊന്നും നടന്നുകൊണ്ട് സുഖത്തിനൊരു നഷ്ടം ഉണ്ടാവില്ല. അതൊക്കെ എനിക്കറിയാതെ. അപ്പൊ ഞായറാഴ്ച. ശരി മണ്ടോ. അതെ, ഇങ്ങോട്ട് വരുമോ? ഇങ്ങോട്ട് വരുമോ? ഇവിടെ ഇരിക്കേ. അല്ല, ഇങ്ങോട്ട് വന്നിരിക്കേ. എന്താപ്പ നിനക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ളൊന്ന് കേക്കട്ടെ. പറയേ. ഒന്നും മിണ്ടാതിരിക്കാച്ച. ഉണ്ടാക്കണവിടെ പുറത്തുനിന്ന് ഒരാള് വന്ന് സംസാരിക്കുമ്പോ ഇങ്ങനെ അതിന്റെ ഇടയിൽ നിന്നിട്ട് കഞ്ഞ ഇത് പറയാൻ നിൽക്കരുത് കേട്ടോ. അതിനാണ് ആണുങ്ങൾ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ആ പറയണ അഭിപ്രായത്തിന് ഒരു വില ഉണ്ടാവണം, ബുദ്ധി ഉണ്ടാവണം അതിന്റെ പുറകിൽ. വേറെ വായ തോന്നിയതാണ്ട് വിളിച്ച് പറയും. ഇപ്പൊ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. തെറ്റ് പറഞ്ഞില്ല. കാര്യങ്ങൾ അപ്പൊ എന്തിനാ ഇപ്പൊ നമ്മളിവിടെ ഇരിക്കണം? ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കണം? ഞാൻ എന്ത് കാര്യത്തിന് ഇവിടെ ഇരിക്കണം? എന്തപ്പ ഞാൻ സൂതനോട് പറഞ്ഞ് അതിന്റെ ഇടയിൽ അച്ഛനെന്തി അമ്മേ? വരും. അതെ അച്ഛാ, ഞാനൊരു കാര്യം പറയാതിരിക്കായിരുന്നു. നമ്മുടെ അകത്തെ ബാത്റൂമിലെ ടൈല് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് മെനകേടായി കിടക്കുകയാണ്. കല്യാണമൊക്കെ അല്ലേ പറഞ്ഞത്, അതിനു മുമ്പ് അതൊന്നും മെനയാക്കണം. എടാ, അതിനേക്കാൾ അത്യാവശ്യമാണ് ആ അടുക്കളയിലെ പറയാനൊന്നുമില്ല, ആ പൊട്ടിയ ടൈലൊക്കെ മാറ്റണം. ഇനി വേറെ വീട്ടിൽ നിന്ന് ഒരു പെങ്കൊച്ചു തന്നെയല്ലേ അടുക്കളയെ മെനയാക്കിയാൽ നമുക്കല്ലേ നല്ലത്. തൽക്കാലം ബാത്റൂമിലെ ടൈല് മാറ്റാം. ആ ഉണ്ണിനെ വിളിച്ച് പറയാം ഞാൻ. അവന്റെ പണി അതൊക്കെ ആണല്ലോ. അല്ല, ഈ പണിക്കാരെന്തായാലും വരുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒന്ന് ഓരോന്ന് തീരട്ടെ. എല്ലാം കൂടി എങ്ങനെയാ കടത് ചെയ്യണേ? വെള്ളം കൊടുക്കും. തൽക്കാലം അവൻ പറഞ്ഞ് ചെയ്യാ. പിന്നെ മറ്റന്നാള് 14-ാം തീയതിയാണ് പെണ്ണ് കാണാൻ ചെല്ലാന്ന് പറഞ്ഞാണ്. അപ്പൊ ഡ്രസ് വല്ലോ 14-ാം തീയതി പെണ്ണ് കാണാൻ ചെല്ലാന്ന് പറഞ്ഞിട്ടില്ലേ സുധേരനോട്? മറ്റന്നാളോ? ഞായറാഴ്ച. മറ്റന്നാളാണോ അത്?
ഇന്നെന്താണ് നമ്മളല്ലേ പറഞ്ഞ 14-ാം തീയതി വരാന്ന്. എന്താ മറ്റന്നാളാ പെൻഷനേഴ്സിന്റെ മീറ്റിംഗ് അല്ലേ? അതാ ഞാൻ അന്ന് 14-ാം തീയതി പറ്റൂലെന്ന്. അപ്പൊ അത് അന്ന് സുഗതം പറയുമ്പോ തന്നെ പറയണ്ടേ 14-ാം തീയതി പറ്റില്ല എന്നുള്ളത്. അമ്മ അത് സൂചിപ്പിക്കാൻ പോയാണ്, അച്ഛൻ പറയിപ്പിച്ചില്ല. എപ്പോ സൂതേട്ടൻ വന്നപ്പ ഒന്ന് ഓർത്തു നോക്ക്. അപ്പൊ ഡ്രസ്സ് വല്ലതും വേണമെങ്കിൽ എടുക്കണം പുതിയത്. നമുക്ക് രാവിലെ പോകേണ്ടതാണ്. നമ്മക്ക് എന്തെങ്കിലും വേണേ അതും എടുക്കണം. അത് തൽക്കാലം മറ്റന്നാള് എന്നുള്ളത് മാറ്റിട്ട് വേറെ ദിവസത്തേക്ക് ആക്കാൻ പറയാം അവരുടെ അടുത്ത്. അല്ലാതിപ്പോ അച്ഛന് ഇത് എന്ത് വർത്താനോ പറയണം, അതൊന്നും നടക്കൂല. തുടക്കം തന്നെ വാക്ക് മാറ്റി പറഞ്ഞാൽ അവര് നമ്മളെ കുറിച്ച് എന്തോർക്കും? ഒരു വാക്കിന് വ്യവസ്ഥയില്ലാത്ത കുടുംബം ഓർക്കൂലേ? പിന്നെ കെട്ടി ഇവിടെ വന്നാലും ആ വില നമുക്ക് കിട്ടുള്ളൂ. ഇത് മുടക്ക് പറയാനൊന്നും പറ്റൂല. 14-ാം തീയതി പോകണം. നീ നേരെ പഞ്ചായത്ത് ഓഫീസിൽ ചെന്നിട്ട് പാർട്ടി ജില്ലാ മെമ്പർ മന്മഥൻ പറഞ്ഞിട്ട് വന്നതാണെന്ന് പറയുക. അവിടെ സുനീഷ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ടാവും. പുള്ളിയോട് ആ സാറിനോട് പറയും. ശരി ശരി. ഇന്നത്തെ ഒരു വാർത്ത കേട്ടെങ്കിൽ രാഷ്ട്രീയ കൊലയിലും ശിക്ഷ ഇളവ്. രാഷ്ട്രീയ കൊലയിലാണേ, കേട്ടോ. ജീവപര്യന്തക്കാർക്ക് 1 വർഷം വരെ കുറയും. TP വധം പോലെയുള്ള കേസുകളിൽ പ്രതികളെ പുറത്തെത്തിക്കാമെന്ന് പ്രതിപക്ഷം. എന്ത് രാഷ്ട്രീയം സത്യാവസ്ഥ അറിയാതെ സംസാരിക്കരുത്. സത്യാവസ്ഥ എന്താ ഇതിലുള്ള കാര്യല്ലേ? എന്തായാലും വൃത്തികെട്ട രാഷ്ട്രീയമാണ് കേട്ടോ. രാഷ്ട്രീയം കൊണ്ട് ഇയാൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായി? അതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ പറയിക്കണ്ട കേട്ടോ. ഒരു കാര്യം മനസ്സിലാക്കിയ ഞാൻ ചോദിക്കട്ടെ, എടാ ഈ രാഷ്ട്രീയക്കാരില് ഈ രാഷ്ട്രത്തോട് കൂറുള്ള ഏതെങ്കിലും ഒരുത്തുണ്ടോ? എല്ലാവർക്കും അവനവന്റെ കുടുംബം അവനവന്റെ കാര്യം അത്രേ ഉള്ളൂ. അല്ലാണ്ട് സമൂഹത്തിനോടൊരു കമ്മിറ്റ്മെന്റ് ഒന്നും ഇവർക്ക് ആർക്കും ഇല്ല. അല്ല ഈ പറഞ്ഞ ചുമ്മാ എന്തായാലും വിഡിതം പറയരുത്. രാഷ്ട്രീയം എന്താണെന്ന് ആദ്യം അറിയണം. രാഷ്ട്രീയക്കാരുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് അറിയണം. അറിയാവോ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചെന്ന മഹാന്മാര് ഗാന്ധിജി, നെഹ്റുജി, പട്ടേൽജി, ബോസ്ജി ഇവരൊക്കെ എന്തായിരുന്നു? അവരൊക്കെ രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ്. എടോ, പഴയ കാലത്തെ ഗാന്ധിജിയും നെഹ്റുവും വല്ലഭായ് പട്ടേലും ഇവരൊക്കെ നല്ല ആൾക്കാർ തന്നെയാണ്. പക്ഷെ പുതിയ തലമുറപ്പെട്ട നേതാക്കന്മാരില് ഈ രാഷ്ട്രത്തോട് കൂറുള്ള ഏതെങ്കിലും ഒരു നേതാവ് ഉണ്ടോ? ഇതൊരു കാര്യം മനസ്സിലാക്കണം. ഒരുപാട് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുണ്ട്, നല്ല പ്രവർത്തന ശേഷിയുള്ള. പിന്നെ അതിനിടയ്ക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും തുക്കട രാഷ്ട്രീയക്കാരന്റെ എന്ന് തനിക്ക് എന്തെങ്കിലും മോശമായ ഒരു അനുഭവം ഉണ്ടായെന്ന് വെച്ചിട്ട് എല്ലാ രാഷ്ട്രീയ മാത്രല്ല ഒരുപാട് ആൾക്കാർക്ക് തിക്താനുഭവം. ഇപ്പൊ ഒരു കൊട്ടയില ഒരു തക്കാളി ചീഞ്ഞതാണെന്ന് പറഞ്ഞാൽ കൊട്ടയിലിരിക്കണ മുഴുവൻ തക്കാളിയും ചീഞ്ഞതാണെന്ന് പറയല്ലേ? പറയല്ലേ? അല്ല, തക്കാളിനെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടായിരുന്നു. ഞാനൊരു പച്ചക്കറി കച്ചവടക്കാരനാ. ഈ തക്കാളി എന്ന് പറഞ്ഞാൽ വളരെ പവിത്രമായ ഒരു വെജിറ്റബിൾ ആണ്. അതിനായിട്ട് രാഷ്ട്രീയക്കാരെ ഈ കൂട്ടിക്കുഴക്കണ്ട. അതല്ല ഈ പവിത്രത നീ പറഞ്ഞല്ലോ തക്കാളിക്ക്, അതേ പവിത്രത ഞങ്ങൾ രാഷ്ട്രീയത്തിന് കാണുന്നുണ്ട്. ഈ തക്കാളിന്റെ പവിത്രത ഒന്നും ഇന്നലെ രാഷ്ട്രീയത്തിന് ഇല്ല. തക്കാളിക്ക് മാത്രം പവിത്രത പോരാ, അത് കച്ചവടം ചെയ്യണം. ഇയാള് പറയല്ലേ, ഇയാളുടെ ത്രാസിന്റെ അടിയിൽ ഇപ്പോഴും വെയിറ്റ് കയറ്റി വെച്ചിട്ടുള്ളത് എനിക്കറിയാം. അത് ഈ ജനങ്ങളൊക്കെ ഞാൻ പറയണോ ആൾക്കാരുടെ ഒന്നും പറയണ്ട, നന്നാവൂലെന്ന്. നാട്ടിലെ ചെറിയ ആൾക്കാരെങ്ങനെ ഒരു ഇത്തിരി തൂക്കം മാറ്റി പറ്റിച്ചോണ്ടൊന്നും അല്ല. അതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യ. ഇത് നിങ്ങൾ ഇന്ത്യനെയാണ് പറ്റിക്കണത്, രാഷ്ട്രത്തിനെയാണ് പറ്റിക്കണത്. ആദ്യം വേണ്ടത് വീട്ടുകാരെ നാട്ടുകാരെ പറ്റിക്കാതെ ജീവിക്കാൻ നോക്കും. പിന്നെ ഒരു രാഷ്ട്രത്തിൽ കയറി താൻ തൂങ്ങണ്ട. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. കേക്കട്ടെ. ഇപ്പൊ ഈ പച്ചക്കറിയും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിയാണെങ്കിൽ എവിടെ എത്തില്ല. അവിടേക്ക് വേറെ വർത്താനം പറഞ്ഞല്ലേ, ഇപ്പത്തെ നേതാക്കന്മാരില് ഒരുപാട് ഗുണമുള്ള ആൾക്കാരുണ്ടെന്ന്. എടാ, ഈ നാട്ടില് ഗുണമുള്ള ഒരാളെ പറ്റി അന്നെ പറ്റി പറയരുത്, വേറൊരാളെ പറ്റി. എടോ, നാട്ടില് നല്ലത് ഒരെണ്ണം മതി. ഇങ്ങനെ ഒരെണ്ണം മതി നാട്ടിൽ. സംസാരിക്കല്ലോ. ഇപ്പൊ കൊണ്ടുപോയി ആ മിണ്ടാപ്രാണി കണാരായിട്ട് കൊണ്ടുപോകണം. അത് മൂപ്പർക്ക് എങ്ങനെ കിട്ടിയത്? ഞാൻ മേടിച്ചു കൊടുത്ത. അതിന് ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ഒരു പയ്യനെ മേടിച്ചു കൊടുത്തോടെ എന്റെ രാഷ്ട്രീയ ഇത് കണ്ട് മാറി. അത് സേവനമല്ലേ, അത് പ്രവർത്തനമല്ലേ? എന്ത് പ്രവർത്തനം? മിണ്ടാടിക്കുന്നു. അത് അങ്ങനത്തെ സംസാരം വേണ്ട പോയത്. അല്ല, എങ്ങനെ സ്വന്തം പ്രവർത്തികൾ ആദ്യം അതിന് ശുദ്ധിയാക്കാം. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പിന്നെ വോട്ടിംഗ് നിലവാരം കുറയും. എന്താ കുറയണേ? ആൾക്കാർക്ക് മനസ്സിലായി.
എന്റെ വോട്ട് വേണ്ട. എന്റെ വോട്ട് അല്ലെങ്കിൽ ഞാൻ വോട്ട് ചെയ്യാൻ വോട്ട് വേണ്ട. വോട്ട് വേണ്ട പറഞ്ഞാലേ ആ വോട്ട് വേണ്ട പിന്നെ വേണ്ടാന്നല്ലേ പറയാൻ പറ്റൂ. എടാ മൊയ്തു, വെറുതെ ഈ പത്രം വായിച്ചിട്ടുള്ള ഒരു അറിവും അതിന്റെ വിവരവും കിട്ടിയാ പോരാ. അനുഭവ സമ്പത്ത് അത് അനുഭവിച്ചുണ്ടാക്കണം. എങ്ങനെ? ഞാന് ഇന്ത്യ മഹാരാജ്യം മുഴുവനും എല്ലാ സംസ്ഥാനങ്ങളും ചുറ്റിക്കറങ്ങിയ ഒരു വ്യക്തിയാണ്. ഇന്ത്യ മുഴുവൻ നടന്നിട്ട് ഈ എന്ത് നേടി? ഈ കുറെ തിന്നിട്ട് ഇങ്ങോട്ട് വന്ന് പിന്നെ ഈ നാട്ടിലേക്ക് കൊറോണ എത്തിച്ചെന്നൊരു ചുമ്മാ വിവരക്കേട് പറയല്ലേ. പേരിൽ കൊണ്ട് സംസാരിക്കുന്നു വേണ്ട. അതിനകത്തൊന്നും അങ്ങനല്ല, നീ പറയുന്ന വിവരക്കേടെല്ലാം അങ്ങ് അംഗീകരിക്കാൻ ഇവിടെ ഉണ്ടാക്കില്ലേ കുറെ. 10ാം ക്ലാസ് പഠിച്ചെന്നുള്ള കാര്യം വേണ്ട, അതല്ല. ഞാൻ കുറെ പഠിച്ചിട്ടുണ്ട്. എന്ത് അവസാനം പച്ചക്കറി കടയായിട്ട് ഇരിക്കേണ്ടി വന്നില്ലേ? അങ്ങനെ സംസാരിക്കണ്ട. ഒരു കാര്യം ഇത് ഇന്ത്യ ഒട്ടാകെ യാത്ര ചെയ്തിട്ടുള്ള ഒരു ദേശസേവകനാണ് ഈ ഞാൻ. ഓരോ സ്ഥലത്തെ സംസ്കാരവും പല അവിടുത്തെ ജീവിതങ്ങളൊക്കെ പഠിക്കണം താൻ ആദ്യം. അല്ലാതെ ഈ ഇട്ടാപെട്ടാത്ത കിടന്ന് പച്ചക്കറി വിറ്റുള്ള അറിവ് പോരാ. ലോകം എന്താണെന്ന് അറിയണം, നാടെന്താണെന്ന് പത്രം വായിച്ചാൽ മതി. അതല്ല, പത്രം വായിച്ച് നീ ഇത് വായിച്ച് നീ അവസാനം ഒരു പത്രപ്പുഴുവായിട്ട് അങ്ങ് ജീവിക്കും. പത്രപ്പുഴു വായിച്ചാലേ ലോകപരിചയം നടന്നിട്ട് അനുഭവ സമ്പത്ത് വേണം, അനുഭവങ്ങളിലൂടെ പത്രം കൊണ്ടേച്ചത് വായിക്കുന്നില്ല. അല്ലാതെ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ചുക്കും ചുണ്ണാമ്പ്. രാഷ്ട്രീയക്കാരാണ് മോശക്കാര്. ഇവിടെ രാഷ്ട്രീയക്കാരില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കൂല. എന്ത് നടക്കൂല പറയണേ? ചേട്ടാ ഇതേട്ടാ വളപ്പിൽ പണിയെടുപ്പിക്കുന്നു. ടൈൽസ് വേണമെന്ന് പറഞ്ഞു. അധ്വാനിച്ച് വെക്കുമ്പോഴേ പച്ചവെള്ളം കുടിക്കണ നല്ലത്. മോരും നല്ലതാ. മോര് ഇവിടെ ഇല്ല. എന്താ പറഞ്ഞ ചേട്ടാ? എന്തോ ടൈൽസിന്റെ പണിയുണ്ട്. അതന്നെ എന്നിപ്പോ ഞാൻ വിളിച്ചത്. ചെക്കന്റെ കല്യാണമൊക്കെ ചിലപ്പോ ഉണ്ടാവേ. ആ ബാത്റൂമിൽ ഒന്ന് ടൈലിടാൻ വേണ്ടിട്ടാ. ബാത്റൂമിന് മാത്രം മതിയാ? ഞാൻ വെച്ചാല് ഏതായാലും ഒരു വരുത്ത് വരുന്നല്ലേ. ബാത്റൂം 2 ദിവസം കൊണ്ട് പണി തീരും. നമുക്ക് ഒരു 3-4 ദിവസം പണി ഉണ്ടെങ്കിൽ അടുക്കളയിൽ പൊളിഞ്ഞു കിടക്കണല്ലേ ടൈല്, അതും കൂടി ആക്കാൻ പറ്റോ? അതും കൂടി ആക്കാൻ പറ്റില്ല, അത് ചെയ്യണില്ല. അതെയോ? ആയിക്കോട്ടെ മതി. ഞാൻ പറഞ്ഞേ ടൈൽസ് 28 റുപ്യ പോലെ 60 റുപ്യന്റെ സൈസ് ഉണ്ട്. പല സൈസും ഉണ്ട്. ഗ്രിപ്പ് ഇല്ലതുണ്ട്, ഗ്രിപ്പ് ഇല്ലാത്ത സൈസ് ഉണ്ട്. ഏതാ വേണ്ടത്? അല്ല ഗ്രിപ്പ് ഉള്ളതല്ലേ നല്ലത് ബാത്റൂമിലൊക്കെ ആവുമ്പോ അല്ലേ? ഗ്രിപ്പ് ഇല്ലാത്തത് മതി. അല്ല ശീതളായിട്ട് ഈ വെള്ളമൊക്കെ വീഴും. വെള്ളം വീഴും ബാത്റൂമിലാവുമ്പോ. ഒരു ബാത്റൂമിൽ നിൽക്കുമ്പോ വെള്ളം ഉണ്ടാവുന്നു. ഞാൻ ഒരു ടൈലിന്റെ മുകളിലാണ് നിൽക്കണം എന്നുള്ള ബോധമുള്ളവര് വേണം അതിന്റെ ഉള്ളിൽ കയറാൻ. അല്ലാത്തൊരു ബാത്റൂമിൽ കയറണ്ട. പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കാര്യമില്ല അതില്, ഒരു കാര്യമില്ല. അതെ, ഈ ഗ്രിപ്പ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ പറഞ്ഞല്ലോ അത് ഈ കറയൊക്കെ വേഗം പിടിക്കും. കണ്ണി കണ്ട അഴുക്ക് എത്ര കഴിയാലും വൃത്തിയാവില്ല. അങ്ങോട്ട് കാലെടുത്ത് കൂത്താൻ തോന്നില്ല നമുക്ക്. മിനുസുള്ളാവുമ്പോ ഒറ്റ കഴുകല്ല ചെളിയാ പോവും. ബാത്റൂം ആയതുകൊണ്ട് തന്നെ പറയണത്. ബാത്റൂമിൽ അങ്ങനെ വേണ്ടു. നീ പോയാ അങ്ങോട്ട് അവിടെ ചെന്നേ. നമുക്ക് ആവശ്യമില്ലാത്തവരെ വർത്താനം പറഞ്ഞിട്ട് പോയിട്ട് നോക്കാം. ഏത് അത് ഞാൻ വരാം. നീ ഇവിടെ അത് ഞാൻ വരാം. അവിടെ നോക്കട്ടെ. കാണാൻ നല്ല ഭംഗിയില്ലത് വേണോ? ഇതിപ്പോ നല്ല സൈസാണ്. നല്ല സൈസ്. ആ ചെറിയ ഒരടി സ്ക്വയർ ഇല്ലേ, അത് മതി. അത് പറഞ്ഞാട്ട പൊട്ടി കഴിഞ്ഞാലേ ഒരു കഷ്ണം മാറ്റിയാൽ മറ്റേ 2 സ്ക്വയറിന്റെ മാറ്റേണ്ടി വരും. അത് വേണ്ട. ഫ്ലോറും പിന്നെ ചുമരും ആയിക്കോട്ടെ. ചുമര് ആ വെള്ളം തെറിക്കണ അത്ര ഭാഗം. അതിന്റെ മോളിക്ക് അങ്ങോട്ട് എത്തി മുട്ടിച്ചിട്ട് ഭംഗി ഉണ്ടാക്കണ പണിയൊന്നും വേണ്ട. ആയിക്കോട്ടെ. ആ കൈ എത്തണ വരെ സോപ്പും പതൊക്കെ തെറിക്കില്ലേ? ഒരു ദിവസം കൊണ്ട് തീരണ. അല്ലാണ്ട് എനക്ക് മുഴുവൻ ദിവസം മൊത്തം അളന്നിട്ടേ അത് എത്ര പൈസ നോക്കിട്ടേ നിങ്ങൾക്ക് തന്നാ ഞാൻ എന്നെ സാധനം മേടിച്ചോണ്ടിരും. അതൊന്നും ഇങ്ങോട്ട് തായോ. സാധനം എപ്പോഴാ മേടിക്കണെന്ന് ഞാൻ പറയാം. ഞാൻ എന്റെ ചക്കര കൂടെ ഇങ്ങോട്ട്. ആയിക്കോട്ടെ. 2-3 ട്രിപ്പ് പോയിന്റ്. ശരി. അടക്കളയിലും അകത്തും അതിന് ഒരു ദിവസം പണിയാൻ വയ്യ. 4-5 ദിവസം പണി ഉണ്ടെങ്കിലേ അവൻ വരുള്ളൂ. അളിയന്റെ പെങ്ങളാ, ചെറിയ പെങ്ങള്. എന്റെ പെങ്ങളാ, ഇളയ പെങ്ങളാ. മോളെ അതാണ് ചക്കൻ.
ചായ എടുക്കണില്ലേ? വേണ്ടേ? ഞങ്ങൾക്ക് ഒരൊറ്റ കുട്ടിയേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു മോനെ ഞങ്ങൾക്കും ഒറ്റ മോനേ ഉള്ളൂ. എന്റെ മൂത്ത പെങ്ങളുടെ കുട്ടിയാണേ. പ്രസവിച്ച സമയത്ത് 90 ഇവൾക്ക് കുട്ടിക്ക് 90 ആയപ്പോ മഞ്ഞപ്പിത്തം വന്നു. മഞ്ഞപ്പിത്തം കുട്ടിക്കോ? അല്ല, കുട്ടിക്കല്ല, പെങ്ങൾക്ക്. മഞ്ഞപ്പിത്തം അങ്ങോട്ട് കൂടിയിട്ട് ചികിത്സിച്ചിട്ടൊന്നും മാറിയില്ല. അത് പിന്നെ അവസാനം അങ്ങോട്ട് പോയി, ആള് പോയി. അപ്പൊ തുടക്കത്തിലേ അറിഞ്ഞില്ലേ? തുടക്കത്തിൽ അറിയിച്ചു പിന്നെ അത് ചികിത്സിക്കാണ്ടിരിക്കോ? ഇല്ല. പിന്നെന്താ വെച്ചാ കുട്ടി ഒറ്റയ്ക്കുണ്ടായത്. അളിയ ഒന്നും നോക്കില്ല. അളിയ അങ്ങനെ ഒരു അളിയനാ, പേരിന്റെ ഒരു അളിയ, അത്രേ ഉള്ളൂ. അപ്പൊ കുട്ടിയെ ഞാൻ എന്ത് ചെയ്തു വെച്ചാ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ എന്റെ ഭാര്യ ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങളാണ് സത്യത്തിൽ ഇവളൊക്കെ നോക്കി ഈ പരുവത്തിലാക്കിയത്. പിന്നെ അളിയനുണ്ട്, അളിയപ്പോഴും വരും. അല്ല മോള് എന്താ പറയണ്ടേ? അമ്മ എന്താ ചെയ്യണേ? 10ാം ക്ലാസ് തോറ്റു, പിന്നെ എങ്ങോട്ട് പോയില്ല, വീട്ടിൽ തന്നെ. പിന്നെ എന്താ ജോലി എന്താന്നാ പറഞ്ഞത്? KCB-ല് ഓഫീസറാണ്. അതെ. മോക്ക് ഇനിയിപ്പോ ജോലിയൊക്കെ നോക്കണം. ഇതൊക്കെ എന്താ ആണുങ്ങൾ ഇരിക്കണേന്റെ എല്ലാം നാവിട്ടാടണം. അവൻ ചോദിക്കണ്ടല്ലേ ഇപ്പൊ അതൊക്കെ? എന്താ അല്ല, അത് ജോലിയൊന്നും ചെയ്തിട്ടൊന്നും വേണ്ടപ്പതേ. നമ്മുടെ വീട്ടിലൊന്നും ഇപ്പൊ അങ്ങനത്തെ ഒരു കാര്യമില്ല. പെൺകുട്ടികളെ ജോലിക്ക് വിട്ടിട്ടൊന്നും കഴിയേണ്ട ആവശ്യം അവിടെ ഇല്ല. അല്ല, ജോലി ഇല്ലെങ്കിലും പഠിക്കാല്ലോ മോക്ക് അല്ലേ? എനിക്ക് PG പഠിക്കണമെന്നൊക്കെ ഉണ്ട്. അതെ, രണ്ടാക്കൂടി ഒന്നിച്ച് പോവാ. അവൾക്ക് ഇങ്ങനെ കുറെ ആൾക്കാരുടെ ഇടയിൽ ഇരുന്നിട്ട് ഒന്നാളാവണം, അത്രേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഒന്നിങ്ങനെ വിളിച്ച് പറയാ. അതിന്റെ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടല്ല. കുട്ടി എന്താ വെച്ചാല് ഇവള് അസലായിട്ട് പഠിക്കും. ഇവൾക്ക് മറ്റേ ബിടെക്കിന് റാങ്ക് ഉണ്ട്, 2nd റാങ്കാ. അപ്പൊ നല്ലൊരു ജോലി ഉള്ള ഒരാൾ വന്നാ കല്യാണം കഴിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് നിൽക്കണേ. അല്ലാതെ പഠിച്ചിട്ട് ജോലി വേണം, ജോലി ചെയ്യാൻ ശരിയാവില്ലല്ലോ. അല്ല, ജോലിക്ക് പോണേണ്ട് കുഴപ്പമില്ല, നമുക്കതിന് സന്തോഷമല്ലേ ഉള്ളൂ. എന്തായാലും മോളെ ഞങ്ങൾക്ക് ഇഷ്ടായി. എത്രയും പെട്ടെന്ന് നടത്തല്ലേടാ? ഇത് നീ അങ്ങോട്ട് തീരുമാനിക്കില്ല. എന്നാ പിന്നെ എന്തിനാ കാരണന്മാരിക്കണേ? അമ്മാവനുണ്ട്, അച്ഛനുണ്ട്, ഞാനുണ്ട്. ഒരു വീട്ടിലെ കാരണന്മാരാച്ചാ അവരല്ലേ തീരുമാനിക്കുക, ആണുങ്ങളല്ലേ തീരുമാനിക്കുക. വെറുതായിട്ട് ചിലക്കാ പെണ്ണുങ്ങള്. അതിപ്പോ എന്താ വേണ്ടിച്ചാ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. അപ്പൊ എന്നാ എങ്ങനെയാച്ചാ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കാം അല്ലേ? അച്ഛൻ പറയണ പോലെ എന്താ മോളെ പറഞ്ഞോട്ടോ, തുറന്നു പറഞ്ഞ പറയാം. ഈ രണ്ടുപേർക്ക് അവിടെ മാറി സംസാരിക്കാം. ഇല്ല, അതിന്റെ കാര്യമില്ല. മാമ അതെ, നേരിട്ട് നമ്മളോട് പറയാൻ ഒരു നാണം ഉണ്ടാവും. എല്ലാ കുട്ടിക്കും മാമനാണേ, മാമനോട് പറയാൻ പോയി. അത് അങ്ങനെയാണ്. അതെ, അല്ലാതെ ആണുങ്ങളുടെ ഇടയിൽ ഞെളിഞ്ഞു നിന്നിട്ട് ഇങ്ങോട്ട് സംസാരിക്കലല്ല. പിന്നെ അതിന്റെ ഒരു ഒതുക്കവും ഇതൊക്കെ വേണം. അപ്പൊ ആ കുട്ടി എന്തിനാ വിളിച്ചോണ്ടിട്ട് അങ്ങോട്ട് മാറി നിന്ന് സംസാരിച്ചു? ഇവിടെ നിന്ന് അങ്ങോട്ട് പറയാറുന്നില്ലേ? എന്താ പറയാത്തത്? അതിനുള്ളൊരു അച്ചടക്കവും അതിൻ്റെ ഉള്ളൊരു അന്തസ്സും അഭിമാനമൊക്കെ ആ കുട്ടിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളതാണ്. അതുണ്ടാവണം. 10ാം ക്ലാസ് ഒറ്റ കിട്ടില്ല. കല്യാണം വേഗം നടത്താൻ വേണ്ടി പറഞ്ഞോളൂ. തുറക്കാതിരിക്കണ്ടോ? ഇത് ശരിയാവൂല മാമ, ഇത് ശരിയാവൂല. വേണ്ടേ? അത് ചെറുക്കനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ശരിയാവൂല. എന്താ കാര്യം? എന്താ മാമന് കണ്ടതല്ലേ അവിടെ ആ അമ്മ എത്ര പ്രാവശ്യം സംസാരിക്കാൻ വേണ്ടി നോക്കണേ. അവരവരുടെ അഭിപ്രായം പറയണം, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ അതുപോലും പറയാൻ സമ്മതിക്കണില്ല. അവരൊന്ന് ഇടപെടാൻ പോലും, ഒരു കാര്യത്തിൽ പോലും ഇടപെടാൻ സമ്മതിക്കണില്ല, ഒന്ന് മിണ്ടാൻ സമ്മതിക്കണില്ല. അത് ഇപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ഞാൻ ഇനിയിപ്പോ അവിടെ ചെന്നാലും എന്റെ അവസ്ഥ തന്നെ ആയിരിക്കും. ആ അമ്മേനെ ഇവിടെ ഒന്ന് സംസാരിക്കാൻ സമ്മതിക്കണം. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ ഒന്നും പറയാൻ സമ്മതിക്കില്ല. ഒരു ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല, ഒന്നും പറയാൻ സമ്മതിക്കില്ല. നിനക്കത് മനസ്സിലായില്ലേ? മാമക്കത് നേരത്തെ മനസ്സിലായി. ഞാനത് എങ്ങനെ പറയാൻ വിചാരിച്ചിരിക്കുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവരെ പറഞ്ഞുകൂടാ. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ചെയ്യണ്ട, നമുക്ക് പറ്റണത് വരും, അപ്പൊ നമുക്ക് എടുത്താൽ മതി. ഇതിപ്പോ മുടക്കി തരാം, ഇപ്പൊ മുടക്കി തരാം. കണ്ടോ?